ആറന്മുള കണ്ണാടി. സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ CGRFൽ എനിക്ക് നൽകിയ യാത്രയപ്പിന് കിട്ടിയ വിശിഷ്ട ഉപഹാരം. കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരായുധനായ കർണനെ വധിച്ചതിൻ്റെ പ്രായശ്ചിത്തമെന്നോണം അർജുനൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്നാണ് ഒരൈതിഹ്യം. പമ്പാനദിയുടെ തീരത്തായതുകൊണ്ട് അല്പം ഉയർന്ന നിരപ്പിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. പന്തളം, ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ക്ഷേത്രത്തിലേക്ക് വരാം. അർജുനൻ സ്ഥാപിച്ചതാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്നൊരു ഐതിഹ്യമുണ്ടെങ്കിലും ക്ഷേത്രം ആദ്യം നിലയ്ക്കലാണ് സ്ഥാപിച്ചതെന്നും പിന്നീട് അവിടെ നിന്നും ആറന്മുളയിലേക്ക് കൊണ്ടുവന്നതാണെന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ഇത് തെക്കേ ഗോപുരവാതിലിലേക്കുള്ള പടികൾ. പടിഞ്ഞാറ് നിന്നും വരുന്നവർക്ക് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ തെക്കേ നട ചുറ്റി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരവാതിലിന് മുന്നിലെത്താം. വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതലായും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് മുന്നിലാണുള്ളത്. കിഴക്കേ ഗോപുരവാതിലിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ 18 പടികൾ കയറണം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥൻ്റെ സാരഥിയായിരുന്ന ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകുന്നതിനിടയിൽ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത അതേ ഭാവത്തിൽ 6 അടിയോളം ഉയരത്തിലുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഈ ശ്രീകോവിലിലെ പ്രതിഷ്ഠ. ഇത് മധുക്കടവിലേക്ക് ഇറങ്ങുന്ന വടക്കേ നട. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ നിന്നും 57 പടികൾ ഇറങ്ങിയാൽ പമ്പാ നദിയിലേക്ക് ഇറങ്ങാം. മധുക്കടവ്. ഇവിടെയാണ് തിരുവോണത്തോണി വന്നടുക്കുന്നത്. തിരുവോണസദ്യ ഒരുക്കാൻ വേണ്ട സാധനങ്ങളുമായി കാട്ടൂർ മങ്ങാട്ട് മനയിൽ നിന്നും പുറപ്പെടുന്ന തിരുവോണത്തോണി പമ്പാ നദിയുടെ ഇരുകരകളിലുമുള്ള കരക്കാരുടെ വകയായ പള്ളിയോടങ്ങൾ അഥവാ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ ഈ കടവിൽ വന്നടുക്കുന്നു. ഓണക്കാലത്തെ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നതും ഇവിടെയാണ്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആറന്മുള നിവാസികൾ മുഴുവനും ഉത്രട്ടാതി വള്ളംകളിയിലും വള്ളസദ്യയിലും പങ്കാളികളാകുന്നു. കീഴ് തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ മുറ്റത്ത് തറനിരപ്പിൽ നിന്നും താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബലരാമൻ, പരമശിവൻ, ഗണപതി എന്നിവരാണ് കീഴ് തൃക്കോവിലിലെ പ്രതിഷ്ഠകൾ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാനും വിശ്വകർമ്മ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യക്കൂട്ട് ഉപയോഗിച്ച് പരമ്പരാഗതമായി നിർമ്മിക്കുന്ന ഒരു കരകൗശല ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. കോപ്പർ ടിൻ അലോയ് അഥവാ ചെമ്പും ഈയവും ചേർത്ത് ഒരു പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. വനപ്രദേശമായ നിലയ്ക്കൽ എന്ന സ്ഥലത്ത് അർജുനൻ പ്രതിഷ്ഠിച്ച ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹം ജനവാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിനായി ചാക്കന്മാരുടെ സഹായത്തോടെ 6 മുളന്തണ്ടുകൾ കെട്ടിയുണ്ടാക്കിയ ഒരു ചെങ്ങാടത്തിൽ കയറ്റി പമ്പാ നദിയിലൂടെ യാത്ര തിരിച്ചു. ചെങ്ങാടം ജനവാസ ലക്ഷണമുള്ള ഒരു ഗ്രാമത്തിനടുത്തെത്തി. അങ്ങ് ദൂരെ ഒരു വിളക്കുമാടം കണ്ട ചാക്കന്മാർ ചെങ്ങാടം ആ തീരത്തടുപ്പിച്ചു. പമ്പാ നദിയുടെ തീരത്ത് പണിതുയർത്തിയ ക്ഷേത്രത്തിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹം നിലയ്ക്കൽ നിന്നും ചാക്കന്മാർ കൊണ്ടുവന്നത് 6 മുളകൾ ചേർത്ത് കെട്ടിയ ഒരു ചെങ്ങാടത്തിലായിരുന്നു. 6 മുളകൾ കെട്ടിയുണ്ടാക്കിയ ചെങ്ങാടം അടുപ്പിച്ച ആ ഗ്രാമത്തിന് ആറന്മുള എന്നു പേര് വന്നു.